നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ആവേശത്തിലാണ് നേതാക്കൾ. ആര്യാടൻ ഷൗക്കത്തിനെ നിലമ്പൂർ കൈവിടില്ല എന്നുറപ്പിച്ച് പറയുകയാണ് ഷാഫി പറമ്പിൽ. പണ്ട് ശൗചാലയം ഇല്ലാതിരുന്നവർക്ക് വേണ്ടി ഹൈക്കോടതി വരെ പോയിട്ടുള്ള ആളാണ് ഷൗക്കത്ത്. അതുകൊണ്ട് തന്നെ നന്ദികേട് ഒരിക്കലും നിലമ്പൂർ കാണിക്കില്ല എന്നാണ് പറയുന്നത്. ഒപ്പം ചൂരൽമല മുണ്ടക്കയം പുനരധിവാസം നടത്താതെ ഇവിടെ വന്ന് വോട്ട് ചോദിക്കുന്ന മന്ത്രിമാർക്ക് നാണവും മാനവും ഉണ്ടോ എന്നും ചോദിക്കുന്നുണ്ട്. ഷാഫിക്കൊപ്പം PC വിശ്വനാഥും ഉണ്ടായിരുന്നു. മാത്രവുമല്ല, ദേശീയപാത പൊളിഞ്ഞു വീണ വിഷയത്തിൽ ഒരു കേന്ദ്ര പ്രതിനിധി എന്ന നിലയ്ക്ക് ഇതിൽ ഇടപെട്ട KC വേണുഗോപാലിനെ തള്ളിപ്പറഞ്ഞ റിയാസാണ് ദേശീയപാതയുടെ യഥാർത്ഥ കാലിലെന്നും ഷാഫി തുറന്നടിക്കുകയാണ്. ആ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് പോകാം. ഇലക്ഷന് രാഷ്ട്രീയമായതിലുള്ള ഒരു വലിയ സന്തോഷം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. തെരഞ്ഞെടുപ്പ് തുടങ്ങുന്ന സമയത്ത് പൊളിറ്റിക്കലായ ചർച്ചകളായിരുന്നില്ല ഉണ്ടായിരുന്നത്. മറ്റ് ചില ചർച്ചകളിലേക്കൊക്കെ ദൗർഭാഗ്യകരമായ സാഹചര്യത്തിൽ അങ്ങ് മാറിയിരുന്നു. അതെല്ലാം മാറി ഇപ്പോൾ ഇന്നലെയും ഇന്നുമൊക്കെ ആയപ്പോഴേക്കും രാഷ്ട്രീയ ചർച്ചകൾ വരുന്നു. സർക്കാർ സാമൂഹ്യ പെൻഷൻ കൊടുക്കാതെ ആളുകളെ ബുദ്ധിമുട്ടിക്കുന്നത്, നിർമ്മാണ തൊഴിലാളികൾക്ക് പെൻഷൻ കൊടുക്കാത്തത്, ദേശീയപാതയിലെ ഗുരുതരമായ അനാസ്ഥ, അപകടം, അഴിമതി, ക്രമക്കേട്, കെടുകാര്യസ്ഥത, ഇതെല്ലാം ചർച്ചയാകുന്നു. മലപ്പുറം ജില്ലയെ ലക്ഷ്യമാക്കി നടത്തിയ ഹീനമായ അവഹേളനങ്ങൾ, അധിക്ഷേപങ്ങൾ, ഇതൊക്കെയാണ് ഇന്നലെയും മിനിഞ്ഞാന്നുമൊക്കെ ആയിട്ടുള്ള ചർച്ചകൾ. അപ്പോൾ ജീവിതഗന്ധിയായ പ്രശ്നങ്ങൾ, ജനങ്ങൾ ചർച്ചയിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, ഞങ്ങൾ ഒരു പ്രധാന പ്രതിപക്ഷ ഉത്തരവാദിത്വം എന്ന നിലയിൽ, തെരഞ്ഞെടുപ്പെന്ന് പറഞ്ഞാൽ വോട്ട് പെട്ടിയിൽ വീഴുന്ന കാര്യം മാത്രമല്ല, ജനങ്ങൾക്ക് അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്താനുള്ള ഒരു അവസരം കൂടിയാണ്. അതെല്ലാം ആ രൂപത്തിലേക്ക് വരുന്നു. തെരഞ്ഞെടുപ്പ് ഞങ്ങൾ ജയിക്കും. 26-ന് മുമ്പ് ജനങ്ങളിലേക്ക് ഈ സർക്കാരിൻ്റെ വിചാരണ നടത്തണമെന്നുണ്ടായിരുന്നു. അതും ഞങ്ങൾ ലക്ഷ്യം കണ്ടിരിക്കുകയാണ്. ഇവിടെ സത്യം പറഞ്ഞാൽ വളരെ നേരത്തെ വിഷ്ണുവിടെ സൂചിപ്പിച്ചതുപോലെ വലിയൊരു പൊളിറ്റിക്കൽ ഫൈറ്റാണ്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യം വടകരയിൽ എത്രത്തോളം അനുകൂലമായിരുന്നു അതിനേക്കാൾ അനുകൂലമായിട്ടാണ്. നാൾക്ക് നാൾ ഗവൺമെൻറ് അൺപോപ്പുലർ ആവുകയാണ്, മന്ത്രിമാർ അൺപോപ്പുലർ ആവുകയാണ്. പിന്നത്തെയൊക്കെ പൊതുമരാമത്ത് മന്ത്രിയുടെയൊക്കെ പ്രസ്താവന ശരിക്ക് റോഡിൻ്റെ ഹൈവേയുടെ തകർച്ച ഒരു വശത്ത്, പ്രസ്താവനയുടെ നിലവാര തകർച്ച വേറൊരു വശത്തും നമ്മൾ കാണാണ്. അപ്പോൾ അത് അൺപോപ്പുലാരിറ്റിയാണ് ജനങ്ങൾക്കിടയിൽ. അപ്പോൾ ജനങ്ങൾ അതിനെതിരെ പ്രതികരിക്കാൻ കിട്ടുന്ന ഒരു അവസരമായിട്ടാണ് നിലമ്പൂരിനെ കാത്തിരിക്കുന്നത്. നിലമ്പൂരിലേക്ക് ഉറ്റുനോക്കുന്ന ഇവിടുത്തെ ജനങ്ങൾ മാത്രമല്ല, കേരളമെമ്പാടുള്ള ജനങ്ങൾ നിലമ്പൂരിലേക്ക് ഉറ്റുനോക്കുക. ഇപ്പോൾ തിരുവനന്തപുരത്ത് സമരം ചെയ്യുന്ന ആശാ വർക്കർമാർ ഈ നിലമ്പൂരത്തെ ജനതയുടെ രാഷ്ട്രീയ ബോധത്തിലാണ് അവരുടെ വിശ്വാസം അർപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അവരൊക്കെ നടത്താൻ ആഗ്രഹിക്കുന്ന ഒരു പ്രതികരണം, അത് തിരിച്ചറിയാനുള്ളൊരു സെൻസ് ഇവിടുത്തെ ജനങ്ങൾക്കുണ്ട്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നാൾക്ക് നാൾ അത് നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ പൊളിറ്റിക്കൽ ഫൈറ്റ് ആയതിൻ്റെ പേരിൽ ഇത് തീർച്ചയായിട്ടും UDFന് അനുകൂലമായൊരു കാലാവസ്ഥയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഞങ്ങൾ അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞല്ലോ, ഏതെങ്കിലും വ്യക്തിയെക്കുറിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ പരാമർശിക്കുകയോ അത് വീണ്ടും അത്തരത്തിലൊരു ചർച്ചയായി നിൽക്കുകയോ ചെയ്യുന്നത് ഞങ്ങളത് പാർട്ടി എന്ന നിലയിലും മുന്നണി എന്ന നിലയിലും അതിനെ പ്രോത്സാഹിപ്പിക്കേണ്ട, അത്തരം ചർച്ചകളിലേക്ക് കൊണ്ടുപോകേണ്ട എന്നൊരു തീരുമാനം തന്നെ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അതീവ ഗൗരവത്തോടെയാണ്. കാരണം പാർട്ടിയെ ജനങ്ങളെ ഏൽപ്പിച്ചൊരു ഉത്തരവാദിത്വമുണ്ട്. അവർക്ക് ഈ സർക്കാരിൽ നിന്ന് മോചനം വേണം. അത് നടത്തിക്കൊടുക്കാൻ കഴിയാവുന്ന പാർട്ടി കോൺഗ്രസും കേരളത്തിൽ നടത്താൻ പോകുന്ന മുന്നണി UDFുമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ ജനങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിറവേറ്റി കൊടുക്കുക തന്നെയാണ് ആ ഉത്തരവാദിത്വത്തിൻ്റെ സ്വഭാവം. അത് ഗൗരവത്തോടു കൂടി തന്നെ കാണുന്നു. അത് പാർട്ടിക്കും നാടിനും വേണ്ടി നല്ല രീതിയിൽ പൂർത്തീകരിക്കാൻ ശ്രമിക്കും. ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനമാണല്ലോ. അതിപ്പം ഞങ്ങളെല്ലാവരും ഇപ്പം അതിപ്പം ഇതിനു മുമ്പത്തെ തെരഞ്ഞെടുപ്പിലും ഇപ്പം MP ആയിട്ടാണോ, അല്ലെങ്കിൽ തൃക്കാക്കര തെരഞ്ഞെടുപ്പിൽ നമ്മൾ MP ആയിരുന്നില്ല. പദവികൾക്കപ്പുറത്തേക്ക് ഞാൻ പറഞ്ഞില്ല, ഓരോ കോൺഗ്രസ് പ്രവർത്തകനും ഓരോ UDF പ്രവർത്തകനും അവരുടെ ഉത്തരവാദിത്വം നിറവേറ്റേണ്ട ഒരു തെരഞ്ഞെടുപ്പാണത്. എന്ന് വെച്ചാൽ ജനം നമ്മൾ വലിയൊരു എക്സ്പെക്റ്റേഷൻസിൽ നോക്കിക്കാണുന്നതാണ്. അപ്പോൾ അതിനെ ഡെലിവർ ചെയ്യാൻ എല്ലാവരും അവരുടേതായ രീതിയിൽ, അതിപ്പോൾ ഞാൻ മാത്രമല്ല എല്ലാവരും ഒന്നും വേണ്ട. ഇപ്പം നിയന്ത്രിക്കുന്നു എന്ന് പറഞ്ഞാൽ ബൈക്കിൽ യാത്ര ചെയ്യുന്ന ചെറുപ്പക്കാരെ കാര്യം ആലോചിച്ച് നോക്കി. ഈ വെയിലാണെങ്കിലും മഴയാണെങ്കിലും ഒക്കെ ഈ ഒരു കോഴ്സിന് വേണ്ടി അവർ ചിലപ്പം നിത്യേന ജോലിക്ക് പോകുന്നവരാകും. അന്നത്തെ ദിവസം അതൊക്കെ മാറ്റി വെച്ചിട്ട്, വരുമാനം മാറ്റി വെച്ചിട്ട് ഇതിനു വേണ്ടി അവരിറങ്ങി. ഞങ്ങൾക്കൊക്കെ ഇപ്പം ഇങ്ങനെ വലിയ പദവി ഉത്തരവാദിത്വമൊക്കെ കിട്ടിയല്ലോ, അതിനെല്ലാം അപ്പുറത്തേക്ക് അവരിറങ്ങുന്നു. അപ്പോൾ അതങ്ങനെ ഇതൊരു ഞങ്ങളൊരു ഒരു 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 വലിയ ഫാമിലി എന്നുള്ള നിലക്കുള്ള ഒരു ഫൈറ്റാണ് UDFിലെ എല്ലാ പ്രവർത്തകരും ഒരുമിച്ച് ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇലക്ഷൻ ആയാലേ നമ്മുടെ കാര്യങ്ങൾ നമ്മളെന്ന് വെച്ചാൽ നമ്മളൊപ്പം നിൽക്കുന്ന കുറേ അധികം ആളുകളുണ്ടല്ലോ, കുറേ ആൾക്കാരാണ്, വലിയൊരു കുടുംബമാണല്ലോ. നമ്മൾ ഇലക്ഷൻ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നെ പ്രോട്ടോക്കോള്, പ്രിവിലേജ് ഒക്കെ ഞങ്ങൾ തുണി കൊണ്ടുവരുന്ന പെട്ടിക്കകത്ത് വെച്ചങ്ങ് പൂട്ടും. പിന്നെ ഞങ്ങൾ വാളണ്ടിയർമാരാണ്. ഈ ഇലക്ഷൻ ഉണ്ടാകുമെന്ന് കണ്ടപ്പോഴത്തേക്ക് നിലമ്പൂർ ബൈപ്പാസിന് 150 കോടി അനുവദിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്. അപ്പോൾ കാണാം നിലമ്പൂർ ബൈപ്പാസിന് ഇതിനു മുമ്പ് ഒരു 150 കോടി അനുവദിച്ചതിൻ്റെ പോസ്റ്റ് വേറെ ആരോ അതിൻ്റെ താഴെ കമൻ്റായി കൊണ്ടിട്ടു. ഇതെങ്ങനെയാണ് ഒരേ ബൈപ്പാസിന്
150 കോടി വെച്ച് ഓരോ തവണയും അനുവദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ ചോദിച്ചത് കറക്റ്റാണ്. ഞങ്ങൾ കേരളത്തിൻ്റെ പൊതുവായ ജനകീയ പ്രശ്നങ്ങൾ പറയുന്നു. ഇപ്പോൾ കവളപ്പാറയിൽ അവിടെ ഞങ്ങൾ ചെല്ലുമ്പോൾ അവിടെ ഈ പ്ലാസ്റ്റിക് ഷീറ്റിൻ്റെ കീഴിൽ ഈ കഴിയേണ്ടി വരുന്ന നിസ്സഹായ ജീവിതങ്ങളുണ്ട് ഈ മണ്ഡലത്തിൽ. അവർക്ക് വേണ്ടിയിട്ടൊരു ശൗചാലയം നിർമ്മിച്ചു കൊടുക്കണമെന്ന് ഒരാവശ്യത്തിന് വേണ്ടിയിട്ട് ആര്യാടൻ ഷൗക്കത്തിന് ഹൈക്കോടതി പോകേണ്ടി വന്നു. ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് ഒരു ടോയ്ലറ്റ് പണിഞ്ഞു കൊടുക്കുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഇവരൊക്കെ മനുഷ്യരല്ലേ എന്ന്? ഇപ്പോൾ ചൂരൽമലയിലുള്ളവർ ഇപ്പോഴും പുനരധിവാസമായിട്ടില്ല, ഇവിടെ ആയിട്ടില്ല. ഞാൻ ചോദിക്കുന്നത്, ഇവർക്ക് ചോദിക്കുന്നില്ലൊന്നും തോന്നരുത്. ഈ മന്ത്രിമാർക്ക് നാണവും മാനവും ഉണ്ടെങ്കിൽ ഇവിടെ വന്നിരുന്ന് ഈ വലിയ സർക്കാർ, ഞങ്ങളുടെ സർക്കാർ, വികസന സർക്കാർ എന്നൊക്കെ മേനിരിക്കുക. ഈ പാവപ്പെട്ട ജീവിതങ്ങളെ കണ്ടിട്ട് കുറഞ്ഞ വർഷം മേനി നടിക്കാതിരിക്കാനുള്ള മര്യാദയെങ്കിലും ഇവർ കാണിക്കണ്ടേ? ഉണ്ടോ? അതിനുള്ള അർഹത അവർക്കുണ്ടോ? ഇല്ല. അതും പൂർത്തീകരിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ ഞങ്ങളാരും പുറകോട്ടില്ല. ഞങ്ങൾ അതിനകത്തൊരു വാചകം കൂടെ ആഡ് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. സുരക്ഷിതമായി പൂർത്തീകരിക്കണം. കാരണം പണി പൂർത്തീകരിച്ചത് ഇങ്ങനെ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാണ്. നിങ്ങൾ അന്ന് വന്ന് കണ്ട കാറിൽ അവിടെ യാത്ര ചെയ്തെന്ന് വെച്ചാൽ അവരുടെ മേലിലോ അല്ലെങ്കിൽ അവരുടെ വണ്ടി താഴെ പോകുന്നതിൽ ഒരു ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം എന്തോ ഭാഗ്യത്തിനല്ലേ നമുക്ക് ഒഴിഞ്ഞു കിട്ടിയത്. അപ്പോൾ അത് സേഫായി കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളത് ഇവരുടെ ആരുടെയും പ്രയോറിറ്റി ആയിരുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഇത് ഈ അവസ്ഥയിലായത്. ഇവിടുത്തെ ഒരു കാലാവസ്ഥക്കും ഭൂപ്രകൃതിക്കും അനുകൂലമായിട്ടുള്ള ഡിസൈനോ അല്ലെങ്കിൽ ഇവിടെ മഴ ഉണ്ടാകുമ്പോൾ അതിനെ പ്രെഡിക്റ്റ് ചെയ്യുന്ന തരത്തിൽ, അതിനെ ഒരു ഫോർസീ ചെയ്യുന്ന തരത്തിലുള്ള ഇടപെടലും ഉണ്ടായിട്ടില്ല. ഈ പരാതി ഇപ്പോൾ ഈ കുരിയാട് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്യപ്പെടാൻ കാരണം എന്താണെന്നറിയോ? അത് കംപ്ലീറ്റ് ചെയ്തതിൻ്റെ ശേഷം ഇടിഞ്ഞു പൊളിഞ്ഞു കൊണ്ടുകൊണ്ടാണ്. നിർമ്മാണ സ്റ്റേജിലിരിക്കുന്ന പല സ്ഥലങ്ങളിലും വലിയ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ MP എന്നുള്ള നിലയിൽ താങ്കൾ ചോദിച്ചു, ഞാൻ വടകര സ്ട്രെച്ചിലെ പ്രശ്നങ്ങൾ എന്നു മുതൽ പറയുന്നുണ്ട്. തിരഞ്ഞെടുക്കപ്പെട്ട കഴിഞ്ഞ ഒരു വർഷമായിട്ട് പാർലമെൻറ്റിനകത്തും പുറത്തും ഇവിടെയും അല്ലാതെ ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനെ സേഫ് ആക്കുന്നതിന് വേണ്ടിയുള്ള ഓരോ ഇടപെടലാരും നടത്തുന്നില്ല. മേനി നടിക്കുന്നവരും നടത്തുന്നില്ല, റീൽസ് ഇടുന്നവരും നടത്തുന്നവർ മുഴുവൻ ഞങ്ങളാണെന്ന് പറയുന്നവരും നടത്തുന്നില്ല. അവർ ടേക്കൺ ഫോർ ഗ്രാൻഡഡാ. ഇതങ്ങ് പൂർത്തീകരിച്ച് തരാം, ബാക്കി നിങ്ങൾ അനുഭവിച്ചോ എന്നുള്ളതാണ്. നമുക്കും പൂർത്തീകരിക്കണം, സുരക്ഷിതമായി പൂർത്തീകരിക്കണം. അത് KC വേണുഗോപാൽ MP പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്നുള്ള നിലക്ക് അദ്ദേഹം ഈ കാര്യത്തിലെടുത്തൊരു താല്പര്യം ഇടപെടൽ പോലും സംസ്ഥാനത്തെ ഗവൺമെൻറ്റോ മന്ത്രിസഭ എടുക്കുന്നുണ്ടോ? ഇന്നും മന്ത്രി പറഞ്ഞത് കാര്യമായിട്ട് പരാതിയൊന്നുമില്ല, പ്രത്യേക അന്വേഷണമൊന്നും ആവശ്യപ്പെടുന്നില്ല. പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും കാര്യമായിട്ട് പരാതി അങ്ങനെയല്ലേ പറയുന്നത്? പ്രത്യേക അന്വേഷണം ഒന്നും ആവശ്യം. ഇപ്പം തന്നെ NHA എടുത്ത നടപടിയൊക്കെ തൃപ്തികരമാണ്. അപ്പോൾ അവരാർക്ക് വേണ്ടി? കമ്പനികൾക്ക് വേണ്ടിയാണ്, അഴിമതിക്ക് വേണ്ടിയാണോ സംസാരിക്കുന്നത്? ജനങ്ങളുടെ ആശങ്ക നിലനിൽക്കുക. അപ്പോൾ ദേശീയപാത പ്രശ്നങ്ങൾ പിന്നെ ദേശീയപാതയുടെ കാലനാണ് KC വേണുഗോപാൽ എന്നൊക്കെ എത്ര നിരുത്തരവാദപരമായിട്ടാണ്. ദേശീയപാത ജനങ്ങളുടെ കാലനാവാതിരിക്കാൻ എന്ന് വെച്ചാൽ അവിടെ ജീവൻ പൊലിയാതിരിക്കാൻ നടത്തിയൊരു ഇടപെടലിനെ സ്വാഗതം ചെയ്യേണ്ടതിന് പകരം, അതിൽ സന്തോഷിക്കേണ്ടതിന് പകരം, അതിന് നന്ദി പറയേണ്ടതിന് പകരം അത് നടത്തിയ ആളെ ഒരു മന്ത്രി വിളിക്കുക കാലനെന്ന്. അധികാരം ആളുകളെ എത്രമേൽ അഹങ്കാരികളാക്കും എന്നതിന് വേറെ ഉദാഹരണം തേടി പോകേണ്ട കാര്യമൊന്നുമില്ല. അധികാരത്തിലിരിക്കുമ്പോൾ ഒരാൾ എത്ര ദുർബലനാകും എന്നതിനും ഒരു ഉദാഹരണം തേടി വേറെ പോകേണ്ടി വരത്തില്ല. കാരണം ഇത് പണിയുന്നത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. അപ്പോൾ അവരെ വിമർശിക്കണം, അതിനുള്ള ധൈര്യമില്ല. അതിൻ്റെ മന്ത്രിയുണ്ട്, അയാളെ വിമർശിക്കണം, അതിനുള്ള ധൈര്യമില്ല. ഇത് കരാർ ഏൽപ്പിച്ച കമ്പനിയുണ്ട്, അവരെ വിമർശിക്കണം, അതിനുള്ള ധൈര്യമില്ല. കരാർ കിട്ടിയിട്ട് അത് മറിച്ച് വേറൊരു കമ്പനിക്ക് കൊടുത്തിട്ടുണ്ട്, അവരെ വിമർശിക്കണം പകുതി പൈസയ്ക്ക്, അതിനുള്ള ധൈര്യമില്ല. പിന്നെ ഇതിൻ്റെ നിർവഹണ ചുമതലയുള്ള ആളുകളെ വിമർശിക്കണം, അതിനുള്ള ധൈര്യമില്ല. അപ്പോൾ പിന്നെ ആരെങ്കിലും ഒന്ന് വിമർശിക്കണമല്ലോ, എന്നാൽ പിന്നെ KC വേണുഗോപാലിനെ വിമർശിച്ച് കളയാ എന്നൊരവസ്ഥ എന്നൊക്കെ പറഞ്ഞാൽ അതിനാണ് നമ്മൾ അവസ്ഥ എന്ന് പറയുന്നത്. അല്ല, വിഷയത്തിൻ്റെ ഡൈവേർഷൻ അവരുടെ ഒരു ടാക്ടിക്സ് ആണ്. നമ്മൾ സാധാരണ പറയാറുണ്ട്, അവർ വിജയകരമായി പരീക്ഷിച്ചതെന്നുള്ളതാണ് കണ്ടിന്യൂയിങ് ടാക്ടിക്സിനെ പറ്റി പറയാമല്ലോ. പക്ഷേ പരാജയകരമായി നിരന്തരം പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടാക്ടിക്സാണ്. വടകര തെരഞ്ഞെടുപ്പിലെ ടാക്ടിക്സ് എന്തായിരുന്നു? പാലക്കാട്ട് തെരഞ്ഞെടുപ്പിലെ എന്തായിരുന്നു? നീലപ്പെട്ടിയും കാഫർ സ്ക്രീൻഷോട്ടൊക്കെ വിഷയങ്ങൾ ഇതൊന്നും ആവരുതെന്നുള്ളത് അവരുടെ ആഗ്രഹമാണ്. പക്ഷെ ജനങ്ങളുടെ ഇടയിൽ ഞങ്ങൾ ചർച്ചയാക്കുന്നതും ഞങ്ങൾ പറയുന്നതും അവരോട് സംവദിക്കുന്നതും മുഴുവൻ ഈ വിഷയങ്ങളാണ്. പിന്നെ ഇത് വിഷയങ്ങൾ മാറുന്നത് എവിടെയാണ്? വാർത്തകളിലും തലക്കെട്ടുകളിലുമാണ്. അത് ജനവിധിയായിട്ട് എത്രത്തോളം ബന്ധമുണ്ടെന്നുള്ളത് പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് തെളിയിക്കുന്നുണ്ട്. അപ്പോൾ വിവാദങ്ങളുടെ പുറകെ വാർത്തകൾ പോകുന്നുണ്ടാവും, ജനങ്ങൾ പോകുന്നില്ല, ഞങ്ങളും പോകുന്നു. അതായത് പലതവണ വിക്ഷേപിച്ച് പരാജയപ്പെട്ട റോക്കറ്റ് തന്നെ വീണ്ടും വിടുക.